പൃഥ്വിരാജ് ഇന്ത്യൻ സിനിമയിലെ മെൽ ഗിബ്സൺ എന്നാണ്. കാര്യം മെൽ ഗിബ്സൺ ഒരു നടനായിരുന്നു, നടനിൽ നിന്നാണ് പിന്നെ സംവിധായകനായത്. അതുപോലെ തന്നെ പൃഥ്വിരാജും ഒരു നടനായിരുന്നു, നടനിൽ നിന്നാണ് സംവിധായകനായത്. മെൽ ഗിബ്സനെ അറിയാമല്ലോ എല്ലാവർക്കും. ആദ്യം മാഡ് മാക്സ് പോലെയും ദ പാട്രിയറ്റ് പോലെയും ദ ബ്രേവ് ഹാർട്ട് പോലെയൊക്കെ ഉള്ള സിനിമകളിൽ അഭിനയിച്ച ഒരു നടനാണ് മെൽ ഗിബ്സൺ. അദ്ദേഹം പിന്നെ സംവിധാനത്തിലേക്ക് തിരിഞ്ഞപ്പോൾ പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ്, ഹാക്സോ റിഡ്ജ്, അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ചിത്രം അപ്പോകാലിപ്റ്റോ ആണ്. 2006 റിലീസായ ചിത്രം. അത് ഇന്നും ഒരു അത്ഭുതമായി നിലനിൽക്കുന്ന ഒരു ചിത്രമാണ്. അത് മെൽ ഗിബ്സന്റെ കാര്യം നമ്മൾ അങ്ങനെ പറയുമ്പോൾ ഇന്ത്യൻ സിനിമയിൽ പൃഥ്വിരാജ് ഒരു നടനായിട്ട് വന്ന് ഇപ്പോൾ സംവിധായകനായി മാറിയ ഒരു നടനാണ് പൃഥ്വിരാജ്. അദ്ദേഹത്തിന് വീണ്ടും ഓപ്പർച്യൂണിറ്റീസ് ലഭിക്കുകയാണെങ്കിൽ, എമ്പുരാൻ എന്ന ചിത്രം ഒരു സൂപ്പർ മെഗാ ഹിറ്റ് സിനിമയായി തീരുകയാണെങ്കിൽ എന്തായാലും പൃഥ്വിരാജിന് ഇന്ത്യൻ സിനിമയിലെ മുൻനിര സംവിധായകരിൽ ഒരാളാവാൻ ഉറപ്പായും കഴിയും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ത്യൻ സിനിമയുടെ മെൽ ഗിബ്സൺ എന്ന് പൃഥ്വിരാജിനെ പറയുന്നത്.